അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ച് ധനമന്ത്രി. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റിൽ 7 അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പ്രഖ്യാപിച്ച ലിസ്റ്റിൽ കേരളത്തിന് അവഗണന. പ്രഖ്യാപനത്തിനിടെ കേരളം എന്ന് വിളിച്ചു പറഞ്ഞ എംപിമാർ. നിലവിൽ മുംബൈ പൂനെ ഹൈദരാബാദ് മംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ മംഗളൂരു, ദില്ലി വാരണാസി സിലിഗുരി തുടങ്ങിയവയാണ് പ്രഖ്യാപിച്ച 7 ഹൈസ്പീഡ് റെയിൽ കോറിഡോറുകൾ. ആലപ്പുഴ ബിജെപിയിൽ പൊട്ടിത്തെറി. ആലപ്പുഴയിൽ ബിജെപി സൗത്ത് ജില്ലാ സെക്രട്ടറി KS വിനോദ് ചുമതലകളിൽ നിന്ന് രാജിവെച്ചു. സൗത്ത് ജില്ലാ സെക്രട്ടറി സ്ഥാനമടക്കം ബിജെപിയുടെ എല്ലാ ചുമതലകളിൽ നിന്ന് രാജിവെക്കുന്നതായി KS വിനോദ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. ജില്ലയിൽ ബിജെപി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് കളി ശക്തമാണെന്ന ആരോപണം ഉയർന്നിരുന്നു. സൗത്ത് മേഖലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലവിലെ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, സന്ദീപ് വചസ്പതി, B കൃഷ്ണകുമാർ എന്നിവരാണ് മത്സരിച്ചത്. വെസ്റ്റ് ജില്ലയിലേക്ക് PK വാസുദേവൻ, TK അരവിന്ദാക്ഷൻ, PK ബിനോയ്, ബിമൽ രവീന്ദ്രൻ, C മധുസൂദനൻ, അരുൺ അനിരുദ്ധൻ, KP പരീക്ഷിത്ത്, G വിനോദ് കുമാർ എന്നിവർ മത്സരിച്ചു. ബെവ്കോയിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. അങ്കമാലിയിലെ ബെവ്കോ ഔട്ട്ലെറ്റിൽ വിജിലൻസ് നടത്തിയ അപ്രതീക്ഷിത പരിശോധനയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 ജീവനക്കാർ മദ്യപിച്ച് അവശരായ നിലയിലായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഔട്ട്ലെറ്റിലെ കണക്കുകളിൽ 22,000 രൂപയുടെ കുറവ് കണ്ടെത്തി. ജീവനക്കാരുടെ പക്കൽ നിന്നും ഉറവിടം വെളിപ്പെടുത്താത്ത 82,000 രൂപ വിജിലൻസ് പിടിച്ചെടുത്തു. വിവിധ മദ്യക്കമ്പനികൾ നൽകിയ അനധികൃത പണമാണിതെന്നാണ് പ്രാഥമിക നിഗമനം. ജോലി സമയത്ത് മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയ ജീവനക്കാർക്കെതിരെ കർശന നടപടിക്ക് ശുപാർശ ചെയ്തേക്കും. കേന്ദ്ര ബജറ്റിനെ പരിഹസിച്ച് ഷാഫി പറമ്പിൽ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതികരിച്ച് ഷാഫി പറമ്പിൽ MP. ആമയുടെ വേഗത്തിൽ മാത്രം മതി കേരളത്തിന്റെ വികസനമെന്നാണ് കേന്ദ്ര രീതി. അതാണ് ഈ ബജറ്റെന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. ധനമന്ത്രിക്ക് പോലും ബോറടിച്ച ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് ഷാഫി വിമർശിച്ചു. നല്ല മുദ്രാവാക്യങ്ങൾ പോലും സാമ്പത്തിക ഉത്തേജനത്തിന് ഇല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. SIR അപേക്ഷകളുടെ അന്തിമ കണക്ക് പ്രസിദ്ധീകരിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIRൽ ആരംഭിച്ചതു മുതൽ ഇതുവരെ ലഭിച്ച അപേക്ഷകളുടെ അന്തിമ കണക്ക് പ്രസിദ്ധീകരിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെയാണ് കമ്മീഷന്റെ നീക്കം. ഹിയറിംഗ് നടപടികൾ പുരോഗമിക്കവേ ഇതുവരെ കരട് പട്ടികയിൽ നിന്ന് പുറത്തുപോയവരുടെ കണക്കും കമ്മീഷൻ പുറത്തുവിട്ടു. SIR തുടങ്ങിയ ഒക്ടോബർ 27 മുതൽ 44, 46, 107 ഫോമുകളാണ് വിവിധ ആവശ്യങ്ങൾക്കായി കമ്മീഷന് മുന്നിലെത്തിയത്. ഈ കാലയളവിൽ പുതിയതായി വോട്ട് ചേർക്കുന്നതിന് 13,70,03 അപേക്ഷകളും പ്രവാസി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാനായി 2,21,491 അപേക്ഷകൾ ലഭിച്ചു.